ഹലോ, അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കൊറിയർ വന്നു. ഒന്നല്ല, 2 കൊറിയർ. നമ്മുടെ സബീന ചങ്ക് നമുക്ക് അയച്ചിട്ടുള്ള ഒരെണ്ണം സബീന അയച്ചിട്ടുള്ള കൊറിയർ ആട്ടോ. പിന്നെ ഒരെണ്ണം നമ്മുടെ വേറൊരു സുഹൃത്ത് അയച്ചിട്ടുണ്ടായിരുന്ന കൊറിയർ. അപ്പൊ അത് ഓപ്പൺ ചെയ്യണമെന്ന് കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് കടക്കാട്ടോ. പാറക്കുട്ടിക്ക് ഉടുപ്പ്, പാറക്കുട്ടിക്ക് ഷൂസ്, പിന്നെ എന്നിട്ട് കൈന്റെ സാധനങ്ങളാണ് വന്നിട്ട്. പാറക്കുട്ടിക്ക് പിന്നെ ഉടുപ്പ്, ആ വണ്ടി നിലത്ത് നമുക്ക് അമ്മൂന് പണ്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ വണ്ടി നമ്മളാ വീട്ടില്. ആ അതെ, വീണ്ടും പാർട്ടിക്ക് ചെരുപ്പ്. എന്നിട്ടത് എന്നിട്ട് സംഭവം പക്ഷെ അത് പാറൂന് മുല്ലപ്പൂ, അമ്മൂനോ നമ്മളന്ന് പറഞ്ഞത് സബീന പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്. വെച്ചെടുക്കാൻ വേണ്ടി ക്യാമറയില്. മുല്ലപ്പൂവിന്റെ ബാൻഡ്. വാ ഇങ്ങോട്ട് വാ, വാ 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 ഇങ്ങോട്ട് വാ വാ. വയ്യോ ചപ്പൂ വീണു. ആൾക്ക് എന്തിട്ട് കാലുമ്പോ ചെരുപ്പിട്ട് ശീലല്ലാണ്ട് കോട്ടയിന് പേടിയായി. കാലും ചെരുപ്പിട്ട് പരിചയമില്ലാത്ത സൗണ്ട്. ഞാൻ ഉടുപ്പൊക്കെ എടുത്ത് നോക്കണ്ടത്. ഇതൊക്കെ എന്റെ സംഗതി കയ്യിൽ കിട്ട് നോക്കണ്ടത്. അതലക്കൂടെ ഇടും. ആ അതെ അതെ അതെ, ഉടുപ്പിട്ട് തുടങ്ങിയതേ കണ്ടാ. അവൾക്ക് മനസ്സിലായിണ്ടത് ഇങ്ങനെ ഇട്ടാലാണ് സംഭവം റെഡിയാവുക. അപ്പൊ ഇത് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എന്താ പറയാ, എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ഫ്രണ്ട് കേട്ടോ. കഷ്ടകാലത്തിലും നല്ല കാലത്തിലും ഒക്കെ ഉണ്ടായിരുന്ന നമ്മളൊപ്പം നിൽക്കുന്ന ചങ്കെന്ന് പറയില്ലേ, അവള് നമുക്ക് അയച്ചത്. നമുക്ക് വരാൻ പറ്റില്ല, തൃശ്ശൂരാണ്, പിന്നെ രാത്രിയാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അവള് സർപ്രൈസ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് ഇപ്പൊ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോട്ടാ. അപ്പൊ നമുക്ക് നോക്കാൻ എന്നിട്ടാണ് പേരുണ്ടത് ശ്രീജിലാതെ. ഇത് ഉണ്ണിക്ക് കൊടുക്കാന്ന് തുറക്ക് തുറക്ക്. ഉടുപ്പ്. ഹായ്, എടുക്കടി പുറത്തേക്ക് എടുത്തോ. നല്ല പൂക്കളുള്ള ടോപ്പും പൂക്കളുള്ള ടോപ്പും പാന്റും കണ്ടിട്ട് അങ്ങനെ തോന്നണ ഉണ്ണി വരുന്നുണ്ട്. പൊളിച്ചൂട്ടോ, നോക്കിയേ അടിപൊളിയുണ്ടല്ലേ. നേരെ പിടിക്ക്, നേരെ പിടിക്ക്. ഇങ്ങനെ പൊന്നിച്ചാണ്. അപ്പൊ നമ്മളാ ഒരു ഇവിടെ പോയിട്ട് എടുത്തില്ല, അത്യാവശ്യം വലിയ ഫ്രെയിം ആട്ടോ. നമ്മള് അതന്നെ നമ്മളാ ഒരു എവിടേക്ക് പോയേ, നമ്മളാ ഒരു മനയിലേക്ക്. ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഇപ്പൊ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാർട്ടീന്റെ ബർത്ത്ഡേയുടെ തലേന്നാണ്. അപ്പൊ നമ്മള് ഇന്നൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് വീട്ടുകാരൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ വീട്ടുകാർ മാത്രമല്ല, ഇന്ന് കുറച്ച് പേരൊക്കെ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് തലേദിവസം. അതായത് കുറെ അധികമല്ല, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര്. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചെന്താ പിന്നെ തലേന്ന് ഒരു വ്ളോഗ് എടുക്കാന്ന്. അപ്പോൾ ഇന്ന് കുറച്ചധികം പരിപാടീസൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ വീട് അത്യാവശ്യമൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്തു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉണ്ട്, അതായത് നമ്മുടെ കർട്ടനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനത്തെ കുട്ടി കുട്ടി പണികളൊക്കെയാണ്. പിന്നെ എന്താ പറയുക, ഹെയർ വാഷ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ പിന്നെ നിങ്ങൾക്കും എനിക്ക് എല്ലാം
കൂടി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഞാൻ തന്നെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ തന്നെ ചെയ്യുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കാം. പിന്നെ നമ്മൾ നാളെയാണ് നമ്മുടെ പാർട്ടീൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഇന്നിപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്നാണ്, അതായത് ജനുവരി 1 അപ്പോൾ പിന്നെന്താ ഞാൻ എന്താ വീഡിയോ ഇടാമെന്ന് എനിക്ക് അറിയില്ല. ഫ്രീ ആയിട്ട് വേണമല്ലോ വീഡിയോ ഒക്കെ. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ അമ്മൂട്ടിയുടെ പേരിടലിനാണ് ഇതുപോലെ ഒരു ഫംഗ്ഷൻ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അമ്മൂട്ടിയുടെ പേരിടലിന്, അതായത് 2012. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അതുപോലെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലല്ല പരിപാടി, പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ വ്ളോഗ് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എൻ്റെ കാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ചെറുപയറും ചോറാണ് വെച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാവരും വരുന്നതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം, എങ്ങനെയാണ് എന്താണ് ഫുഡിൻ്റെ പരിപാടിയൊക്കെ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലേക്കും പിന്നെ അതുപോലെ ഉച്ച കഴിയുമ്പോഴേക്കും എത്തുമ്പോൾ എല്ലാവരും, അപ്പോൾ ഉച്ചക്കേലേക്കും ഞാൻ പിന്നെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പിന്നെ വല്ലാണ്ട് വലിയ സംഭവങ്ങളൊന്നും റെഡിയാക്കാൻ പോയിട്ടില്ല, കാരണം വേറെ പണികളുണ്ടല്ലോ അങ്ങനെ. അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീട്ടിലത്തെ പണികളാണ്. അപ്പോൾ ഞാൻ ചായ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആലോചിച്ചു പിന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമല്ലോ, നമ്മുടെ വ്ളോഗ് പറ്റുന്ന രീതിയിൽ എടുക്കാം എന്നുള്ളത്. അപ്പോൾ ഞാൻ തലേദിവസത്തെ വ്ളോഗ് എടുക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് സമയം കിട്ടില്ല എന്നുള്ളൊരിതുകൊണ്ട്. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ പറ്റുന്ന പോലെ എടുക്കാം, കുട്ടി വ്ളോഗാണെങ്കിൽ എടുക്കാമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കുട്ടി എണീറ്റുണ്ട് കേട്ടോ. പാറക്കുട്ടി എണീറ്റ് കുറച്ച് നേരമായി. ഞാൻ പാറക്കുട്ടി പാല് കുടിക്കാൻ വേണ്ടിയിട്ട് വാശി പിടിച്ചപ്പോൾ ഞാൻ പാലൊക്കെ കൊടുത്ത് കണ്ട ഉഷാറായിട്ട് നിൽക്കണേ. അപ്പോൾ ചേട്ടനും അമ്മും എണീറ്റിട്ടില്ല അങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കർട്ടൻസ് ഒക്കെ മാറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കർട്ടൻ അതേപോലെ എല്ലാം ഒരു പിങ്ക് ഷെയ്ഡാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബെഡ്ഷീറ്റും തലോണ കവറും ഒക്കെ പിങ്ക്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് അതിൽ കുറച്ച് സാധനങ്ങൾ നന്നായിട്ട് തോന്നി വാങ്ങിച്ചിട്ട് കയ്യിൽ കിട്ടിയപ്പോൾ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞു പില്ലോ ഇല്ലേ നമ്മുടെ ഈ സോഫയിൽ വെക്കുന്ന പില്ലോ കവറ്, പിന്നെ സോഫയുടെ മുകളിലിടുന്ന കവറ്, അതേപോലെ ടേബിളിൻ്റെ ഷീറ്റ്, അതേപോലെ ബെഡ്ഷീറ്റ്, അതേപോലെ നമ്മുടെ പില്ലോ കവറ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ചു. ആമസോണിൽ നിന്നാണ് ഞാൻ നോക്കി മേടിച്ചതാണ്. ഒക്കെ ഒരു പിങ്ക് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അത് നമ്മുടെ എന്താ പറയുക, ഇന്നലെ ഞങ്ങൾ കർട്ടൻ മാറ്റിയപ്പോൾ കർട്ടൻ്റെ ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ നേരം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഇടാഞ്ഞപ്പോൾ ഇവരൊക്കെ എണീറ്റിട്ട് വേണം ബെഡ്ഷീറ്റൊക്കെ മാറ്റി സെറ്റാക്കാൻ. അപ്പോൾ അതൊക്കെയാണ് മെയിൻ പരിപാടികൾ. പിന്നെ തല കഴുകണം, അതാണ്. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷം വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ളൊരു പ്രശ്നമുണ്ട്. കണ്ടില്ല, ഇപ്പോൾ ഇത്ര നാളും വരെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നു. ഇവിടെ ഇവിടെയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്. പക്ഷെ എനിക്ക് തോന്നുന്നു ടെൻഷനായിട്ടാണോ എന്താണെന്നറിയില്ല, ഇങ്ങനെ ഭയങ്കര ഒരു മനസ്സ് സംഘർഷം വരും. അപ്പോൾ അതുവരെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്നിട്ട് പിന്നെയാണെങ്കിൽ പീരീഡ്സ് ഒക്കെ ആയിട്ട് അതൊരു ഡള്ളായിട്ട് ഇരിക്കണേ. പിന്നെ കുറച്ച് ദിവസമായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഫുള്ള് തിരക്കാം. ക്രിസ്മസിൻ്റെ തുടങ്ങിയിട്ട് എക്സസൈസ് ഇല്ല. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സസൈസ് എന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം അങ്ങനെ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഞാൻ എന്തായാലും ഓരോ പണികളായിട്ട് കാണിച്ചു തരാം. വർത്താനം പറഞ്ഞ് ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ബെഡ്ഷീറ്റ് ഇതാട്ടോ, ഒരു പിങ്ക് ഷെയ്ഡാട്ടോ, കോട്ടൺ ആണ്. ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. പിന്നെ തലോണക്കവറാണ്, അതായത് പില്ലോ കവറാണ്, നല്ല രസമായിട്ടുള്ളത്, ഫ്രില്ലൊക്കെ ആയിട്ട്. ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇങ്ങനെ ഫ്രില്ലുണ്ട് കണ്ടോ, കണ്ടില്ല ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ. എന്തായാലും ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. പുറത്ത് ആൾക്കാർ വന്നിട്ടുണ്ട്, അപ്പൊ ടിപ്പ് ഭയങ്കര കുറയാണ്. ഇതാണ് നമ്മുടെ പില്ലോ, അതേ കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു ഭാഗം ഇവിടെയൊക്കെ ഇങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു പില്ലോ കവർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ലുക്ക് ഉണ്ട്, നല്ലൊരു നീറ്റ് ആൻഡ് ക്ലാസി ലുക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ലേസ് അല്ലെങ്കിൽ ഫ്രില്ല് വെച്ചിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ. എംബ്രോയിഡറി ലേസ് അല്ലെങ്കിൽ ഫ്രില്ല് കേട്ടോ ഇത് വരുന്നത്, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളൊരു പിങ്കിഷ് ഗ്ലോ വരാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ സോഫയുടെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ഈ ഒരു ക്ലോത്ത് ഇത് വന്നിട്ട് മാറ്റ് വന്നിട്ട് പിങ്ക് തന്നെയാട്ടോ, പക്ഷെ ലൈറ്റ് പിങ്കായി മാറിയെന്നുള്ളൂ. പിന്നെ അതുപോലെ ഒക്കെ ഞാൻ ഒരു
പിങ്ക് വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ പിങ്ക് നോക്കിയിട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ കുറച്ച് ലൈറ്റായി പോയി സോഫയുടെ. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ആളുകൾ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതേ നമ്മുടെ അമ്മൂട്ടിയും പാർട്ടി ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ രണ്ടിരിക്കുന്ന ബോക്സ് വന്നിട്ട് പാർട്ടീൻ്റെ കളിസാധനം ഇട്ട് വെക്കുന്ന ബോക്സാണ്. അതേപോലെ നമ്മൾ ഈ ഒരു കുഷ്യൻ കവറൊക്കെ നമ്മൾ ഒരു വലിയൊരു ഫ്ലവർ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്താട്ടോ, അങ്ങനെ പിങ്കിൻ്റെ ഫ്ലവറായിട്ട്. അപ്പോൾ അതേ ഞാൻ ഏകദേശം എനിക്ക് പറ്റണ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെയെല്ലാം ചെയ്യണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ണിയും ഒക്കെ ഉണ്ടാകുമ്പോഴേ എല്ലാം കൂടി കയ്യെത്തില്ല. അപ്പോൾ പറ്റണ പോലെയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തു. ഏകദേശം എല്ലാതും പിങ്ക് മാതിരി ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ഒന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ആ ലൈറ്റിൻ്റെ ആ ഒരു പവർ ഇതാവുമ്പോൾ നമുക്ക് ആ ഒരു സൂര്യപ്രകാശമൊക്കെ നല്ല പിങ്കിഷ് ഗ്ലോ വരും. പിന്നെ നമ്മൾ ആ ഒരു പില്ലോൻ്റെ കുഷ്യൻ പില്ലോ നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, നല്ലൊരു ഫ്ലവറാണ് വരുന്നത്. ഫ്ലവർ നല്ലൊരു പിങ്ക് ഗ്ലോയാണ് വരുന്നത്. പിന്നെ നമ്മൾ മാറ്റ്, അതായത് ടേബിളിന്റെ മാറ്റ് ഞാൻ പിങ്കാണ് ചെയ്തത്, പക്ഷെ നമുക്ക് വന്നപ്പോൾ ഗ്രേ മാതിരിയുള്ള കളറാണ് വന്നത്. ഇത് വന്നിട്ട് PVCയുടെ മാറ്റാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടച്ചെടുക്കാനൊക്കെ പറ്റും എന്തെങ്കിലും പോയാൽ തന്നെ. അപ്പോൾ ഇത് ഞാൻ പിന്നെ മാറ്റാൻ പോയില്ല, കാരണം വരാനായിട്ട് പിന്നെ മാറ്റി വരാനൊക്കെ സമയം എടുക്കില്ല. അപ്പോൾ അത് കാരണം അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക ഇത് വന്നു, നമ്മുടെ മാല ബൾബ് നമ്മൾ ലൈറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാൻ രാത്രിയിലേക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കാല് കുഴിച്ചിടാനൊക്കെ പറ്റില്ല, കാരണം നമ്മൾ നിലത്തൊക്കെ ഇങ്ങനെ ടൈലൊട്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പറ്റണ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടപ്പോൾ പാറുട്ടി വന്ന് നിൽക്കുന്നുണ്ട്. പാറുട്ടീനെ അങ്ങനെ ഞാൻ ഉറക്കാൻ കൊണ്ടുപോയിട്ടാ, കുളി കഴിഞ്ഞിട്ട് നിൽക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ കൊണ്ടുപോയിട്ട് ഉറക്കി. അപ്പോൾ പാറുട്ടി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിന് ശേഷം ഞാൻ വിചാരിച്ചു പാറുട്ടി ഉറങ്ങിയ സമയത്ത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് സമയം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് ഒരു ഹെയർ പാക്ക് മീൻസ് എനിക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഹെയർ ഞാൻ എണ്ണയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുടി ഒന്നും ഇങ്ങനെ നല്ല ഉള്ളായിട്ട് നല്ല തിക്കായിട്ട് നല്ല കണ്ടീഷൻ, അതായത് ആ സ്മൂത്തും വേണം ഗ്ലോയും വേണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ കഴിഞ്ഞ മുന്നത്തെ ദിവസം നന്നായിട്ട് ഹെയറൊക്കെ എണ്ണയൊക്കെ ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ പരിപാടിയുടെ അതായത് തലേ ദിവസം ഞാനിങ്ങനെ എഗ്ഗ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് എല്ലാവരുടെയും എഗ്ഗ് വൈറ്റ് മാത്രം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് എഗ്ഗ് വൈറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനുള്ള ഒരു കാര്യം കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എഗ്ഗ് വൈറ്റ് എല്ലാവരുടെയും തേച്ച് പിടിപ്പിച്ച് അങ്ങനെ നന്നായി മസാജ് ചെയ്ത് എല്ലാവരുടെയും പിടിപ്പിക്കുക. അതിന് ശേഷം കുറച്ച് എഗ്ഗ് വൈറ്റ് എടുക്കുക. അതിലേക്ക് ഇത് കണ്ടില്ലേ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അലോവേര ജെൽ അല്ലെങ്കിൽ അലോവേര ഫ്രഷ് എടുക്കുക. എനിക്ക് ഫ്രഷ് പോയിട്ട് പൊട്ടിച്ച് അതിങ്ങനെ എടുക്കാനുള്ള സമയമില്ല, ഉണ്ണി പെട്ടെന്ന് എനിക്കുമല്ലോ, അധികം ഉറങ്ങില്ല പകല്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് അലോവേര ജെൽ എടുത്തു. നമ്മുടെ നിലാസരത്തിൻ്റെ അലോവേര ജെൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കിന്ന് നല്ല സ്മൂത്ത് നമുക്ക് നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കും. ഇതിൽ മെയിനായിട്ട് എപ്പോഴും ഫ്രഷ് അലോവേര നല്ലത് കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് സമയക്കുറവും തന്നെ ആയതുകൊണ്ട് ഉണ്ണീനെ അങ്ങനെ ഏൽപ്പിച്ച് പോകാൻ ആരും ഇല്ലാത്തതുകൊണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ തന്നെ ഒക്കെ ചെയ്യേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയിട്ട് അലോവേര ജെല്ലാകുമ്പോൾ ഇങ്ങനെ എടുക്കുക, ജസ്റ്റ് ഇടാത്രല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ ഒരു നുള്ളു കുങ്കുമപ്പൂ അല്ലെങ്കിൽ മഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലത്. അപ്പോൾ എനിക്ക് മഞ്ഞൾ അലർജി ചെയ്തുകൊണ്ട് ഞാനൊരു നുള്ളു കുങ്കുമപ്പൂ ഇട്ടിട്ട് കുറച്ച് നേരം വെക്കുക. അപ്പോൾ കുങ്കുമപ്പൂ സെറ്റാവും. മഞ്ഞളാണെങ്കിൽ പിന്നെ വെക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് നമുക്കത് മെൽറ്റ് ആവുമല്ലോ. എന്നിട്ട് നമ്മളിതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഗ്ലോ, നല്ലൊരു സ്മൂത്ത് ഫിനിഷ് ആയിരിക്കും സ്കിന്ന്. അതേപോലെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഞാൻ നെക്കിലും അതുപോലെ തന്നെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് വെച്ചു കേട്ടോ, നല്ലൊരു സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഞാനിതേ ഫേസൊക്കെ കഴുകി, ഫേസ് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടോ കഴുകി. നെക്ക് കഴുകിയിട്ടില്ലേ, കുളിക്കണം. തല അതേ ഇങ്ങനെ ഇരിക്കാം, കുളിച്ചിട്ടില്ല. അതേ പാറുട്ടി എണീറ്റ്, പാറുകുട്ടി പാർക്കുട്ടിയുടെ തലയിൽ ക്ലിപ്പ് കൂട്ടിയിട്ടുണ്ടാവും, കണ്ടിട്ടില്ലേ, കണ്ടെങ്കിൽ അത് വലിച്ചു കളഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക ഈവനിങ് ആകുമ്പോഴേക്കും അവരൊക്കെ എത്തിയായിരിക്കും. അപ്പോൾ ഞാൻ കുളിച്ച് അമ്മൂട്ടി കുളിക്കാൻ വേണ്ടി, അമ്മൂട്ടിക്കാണെങ്കിൽ പനി പിടിച്ചു. ഞങ്ങൾക്കൊക്കെ വന്നതാണ് സത്യം പറഞ്ഞാൽ. അവൾക്ക് വന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രിക്കോഷൻ എടുത്തു, കെയർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണിയും തലവൊന്നും അധികം കുളിപ്പിച്ചില്ല. അപ്പം അങ്ങനെ ഉണ്ണിക്കും വലിയ കാര്യമായിട്ട് വന്നില്ല. അവൾക്ക് ഇതേ വന്നിട്ടുണ്ട്, അവള് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത്, അതാണ് തോന്നുന്നത്. എന്നിട്ട് ഭയങ്കര തൊണ്ടവേദനയുണ്ട്. തേത്തിക്ക് തൊണ്ടവേദന ഉണ്ട്. അപ്പോ ഇനി നമുക്ക് കുറച്ചുകൊണ്ട് കാണാം, കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പാറുട്ടീനെ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ നേരെ പോയിട്ട് കുളിച്ചിട്ട് ഇതേ നമ്മൾ സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതേ സ്കിൻ കെയറിനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഈ ഒരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ സിറങ്ങൾ, അതായത് സ്റ്റോണർ അടിച്ചു കൊടുത്തു. ഇന്ന് വിറ്റമിൻ സി സിറാണ് ഇട്ട് കൊടുക്കുന്നത്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സ്കിൻ കെയർ എപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഫേസിലത്തെ കുരു എന്ന് പറഞ്ഞാൽ എനിക്ക് പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്ത് വന്നതാണ്. പക്ഷെ ആ ഒരു എന്താ പറയുക, പീരിയഡ്സ് കുറച്ച് ദിവസം മുന്നേ 2 ദിവസം മുന്നേ കഴിഞ്ഞു. പക്ഷെ എന്നാലും വന്നിട്ടുള്ളത് സമയം എടുക്കുമല്ലോ പിമ്പിൾസ് നമങ്ങി പോകാനായിട്ട്, കുറഞ്ഞതൊരാഴ്ചയെങ്കിലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ പീരിയഡ്സ് കഴിഞ്ഞുകൊണ്ടൊരു സമാധാനം ഉണ്ട്, ഫംഗ്ഷൻ ആ ഒരു ടെൻഷൻ വേണ്ട. പക്ഷെ ഈ സംഭവം വന്നത് എനിക്ക് അങ്ങനെ വരാറില്ല. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, നമുക്കിങ്ങനെ കുറച്ചുള്ളിലൊരു മാനസിക സംഘർഷം ഉണ്ടാവുമല്ലോ, അതായിരിക്കാം വേണമെങ്കിൽ വന്നിട്ടുണ്ടാവുക. പക്ഷെ കുഴപ്പമില്ല, പരിപാടി നമുക്ക് നന്നായിട്ട് ചുങ്ങിയിട്ടാണ്. നിങ്ങൾ ഫംഗ്ഷൻ്റെ വീഡിയോ നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ന്യൂ ഇയറിൻ്റെ കേക്ക് വന്നു.
അപ്പം നമ്മൾ ന്യൂ ഇയറിന് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാവരും ന്യൂ ഇയറിൻ്റെ തലേന്ന് അല്ലല്ലോ, പിറ്റേ ദിവസമല്ലേ വരുന്നതിന്. അത് 1-ാം തീയതിയാണ് എല്ലാവരും വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു 1-ാം തീയതി വൈകുന്നേരം എല്ലാവരും വരും, അച്ഛനമ്മമാരൊക്കെ വരുമല്ലോ, അപ്പോൾ നമുക്ക് അപ്പം മുറിക്കാന്ന് ഓർത്തിട്ട് ഞാൻ കേക്ക് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവള് അവിടെ നിലത്തിട്ടു. അതെ, ഓരോരുത്തരൊക്കെ വന്നു. അച്ഛനും അമ്മയും വന്നു. ഇനി ബാക്കിയുള്ളവർക്ക് വൈകുന്നേരം വരാം. അമ്മച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. ദേ ചേട്ടനിവിടെ ആരൊക്കെ വരും എന്നാലോചിച്ച് ഇങ്ങനെ കഷ്ടം വെച്ചിരിക്കുന്നുണ്ട്. പാറുക്കുട്ടി എവിടെ? പാറുക്കുട്ടി നമ്മുടെ ടിപ്പു ചേട്ടൻ ഇവിടെ നോക്കി. ടിപ്പുവിനെ നമ്മൾ കൊണ്ടാക്കിയില്ല കേട്ടോ ഇവിടെ ബോർഡിങ്ങിൽ. ടിപ്പുവിനെ ഇവിടെ നിർത്തി. അച്ഛൻ്റെ ഇവിടെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചേച്ചിക്കുട്ടി അവിടെ എന്തോ ചെയ്യുന്നുണ്ട് അപ്പുറത്തിരുന്നിട്ട്. അപ്പൊ നമുക്ക് ഇനി രാത്രി കാണിച്ചു തരാം. എല്ലാരും വരുമ്പോ നമ്മളിവിടെ മാലോടുമ്പോ കിട്ടൂട്ടോ. അമ്മേനെ നോക്കി. പാർട്ടിയുടെ പുതിയ ഹെയർ ബാൻഡ് കണ്ടു. ഇഷ്ടപ്പെട്ട പാർട്ടി? ഇപ്പൊ കൂട്ടി കയറിക്കും. ഗെറ്റ് ഇൻസൈഡ്, ഗെറ്റ് ഇൻസൈഡ്. തുറന്നോ തുറന്നോ, തള്ളിക്കോ തള്ളിക്കോ. അങ്ങനെ അപ്പച്ചനും അമ്മച്ചിയും വന്നു. പിന്നെ അമ്മച്ചി ജോലിക്കും അപ്പച്ചനും ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉള്ള കാരണം അമ്മച്ചിയുടെ ജോലി ഉള്ളത് കൊണ്ട് തന്നെ അവർ ഉച്ച വരെ ജോലിക്ക് പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് അവർ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെത്തിയപ്പോൾ ലേറ്റായി. അങ്ങനെ പിന്നെ എല്ലാവരും വന്നു. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ആകെ വരാനുള്ളത് നമ്മുടെ 2 വീട്ടുകാരും പിന്നെ ചേട്ടൻ അനിയൻ അങ്ങനെയുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ വന്നു. പിന്നെ ചേട്ടൻ നമുക്ക് ക്യാമറ എടുത്ത് തന്നെ ചേട്ടനും അതുപോലെ ചേട്ടനൊരു നമുക്ക് ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടും അവരെ വൈഫും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഉറങ്ങിയിട്ടിട്ട് വരുന്ന കണ്ട പാറക്കുട്ടി, പാറക്കുട്ടി കുഞ്ഞേറ്റു. പാറക്കുട്ടി നോക്കടാ, ലൈറ്റ് നോക്കടാ, ലൈറ്റ് മോളിക്ക് നോക്ക്, മോളിക്ക് പാട്ട് വെക്കി. അത് ഞങ്ങളുടെ ഇതാണ് മുടി. ടിപ്പൂസ് ഇവിടെ എന്നിട്ട് കാണണേ, മുകളിൽ എന്നിട്ട് കാണണേ ടിപ്പു ബേബി, ടിപ്പു ബേബി മുകളിൽ എന്നിട്ടാ കാണുന്നു. ടിപ്പുവിനെ ഞങ്ങൾ ബോർഡിങ്ങിലാക്കിയില്ല കേട്ടോ. ടിപ്പു പാവല്ലേ, അത് കാരണം ഞങ്ങൾ ടിപ്പുവിനാക്കിയില്ല. ഇവിടെ ഭയങ്കര ലഹളയാവും ആൾക്കാർ വരുമ്പോൾ, കുരക്കലും ലഹളയും. ലൈറ്റ് ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ, കുറച്ചും കൂടി ഇരുട്ടായിട്ട്. ടാടാ, നോക്ക് കണ്ണ്. തേത്തൻ നീ തേത്തൻ. ഒക്കെ വന്നപ്പോൾ ഞാൻ ഫ്രീ ആയി തന്നെ പറയാം. നമ്മുടെ പാറുട്ടി അമ്മൂട്ടിയും കുട്ടി നമ്മുടെ സബീനെ തന്നിട്ടുള്ള ആ വണ്ടി മേലിട്ട് ഇപ്പോൾ യാത്ര മുഴുവൻ ഇങ്ങനെ നല്ല സുഖമായി. പാറുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലൈറ്റ് അത്യാവശ്യം നല്ല ഇരുട്ടായി, ഒരു 7 മണി സമയം 8 മണിക്ക് ആയി. അപ്പോൾ നമുക്ക് ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ട് തന്നെ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ജസ്റ്റ് നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ആ ഒരു ബോഗൺവില്ലില്ല, അതിൽ കുറച്ച് ഗ്രീൻ ഇട്ടു. പിന്നെ കുറച്ച് വൈറ്റ് ആണ്, നല്ല വൈറ്റ് ഇല്ലേ, സിൽവർ വൈറ്റ് മാതിരി ഉള്ളത്. ആ ഒരു വൈറ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു കൂടാരം മാതിരി ആ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് കുറച്ചിങ്ങനെ
തൂക്കി കിടക്കണ മാതിരി ഇങ്ങനെ കുറച്ച് അങ്ങനെ ഇട്ടു കേട്ടോ. 2 സൈഡിൽ നമ്മൾ ഗ്രീൻ ഇട്ടു, അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ മുകളിൽ നിന്ന് ഇട്ടുണ്ടായിരുന്നു, അതായത് ആ മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന മാതിരി. പിന്നെ അങ്ങനെ ലൈറ്റ് മാറുന്ന ടൈപ്പ് ഒന്നും ഇട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒരു രസത്തിന്. പിന്നെ ഉണ്ണിയാവയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു പുതിയൊരു അനുഭവമല്ല അവൾക്ക്. പിന്നെ എപ്പോഴെങ്കിലും വീഡിയോ ആണെങ്കിലും കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തതെന്നൊക്കെ കാണാമല്ലോ. അങ്ങനെ അപ്പോൾ അതങ്ങനെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ന്യൂ ഇയറിന്റെ കേക്ക് മുറിക്കാൻ പോവാ. അപ്പൊ ചെയ്തൊന്ന് കുറച്ചൊന്ന് മൂട്ടി. അപ്പൊ നമ്മുടെ കേക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ഒരു സംഭവം തന്നെ. Happy New Year, 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 Happy New Year. കുഞ്ഞിതായിട്ട് മുറുക്കി. അമ്മേനോട് നിർത്തണോ? എന്നിട്ട് കുഞ്ഞു കഷ്ണം ചെറിയ പീസ് എന്നിട്ട് നമുക്ക് മുറിക്കാം. പിന്നെ അത് ഫുള്ള് ചോക്ലേറ്റിന്റെ കേക്ക്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൂടി അങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷമായി. അപ്പം ഇനി നാളെയാണ് നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് നല്ല കിടിലനായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് എനിക്ക് എഡിറ്റിംഗ് കുറച്ച് സമയം വേണം, അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ, അടുത്ത ദിവസമായിട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് അടിച്ചപ്പോൾ ഫുഡ് നമ്മൾ കുഴിമന്തിയാണ് വാങ്ങിച്ചപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ അത് എല്ലാവരും ഓരോ സൈഡിൽ കിടക്കലായി. നാളെ പരിപാടിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് എല്ലാവരും കണ്ട് സന്തോഷമായെന്ന് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കൊരു ഹാപ്പി ആയിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.